ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സെൻറ്റൻസുകളാണ്. ഡെയിലി കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ. ആദ്യം മലയാളത്തിൽ പറയാം, എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, എനിക്ക് അവളോട് സംസാരിക്കണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഞാൻ നിർബന്ധപൂർവം പറയാണ്, എനിക്ക് അവളോട് സംസാരിച്ചേ മതിയാകൂ. അപ്പോൾ നമുക്ക് എഴുതാം ഐ മസ്റ്റ്. എന്തായാലും ചെയ്തേ പറ്റൂ. I must speak to her. I must speak to her. ഇനി ഇത് തന്നെ നമുക്ക് I must talk to her എന്നും പറയാം. I must talk to her. എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. I must speak to her എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഫോർമൽ ആൻഡ് സീരിയസ് ടോണിലാണ്. എന്നാൽ I must talk to her എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫോർമൽ ടോണിലാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവളോട് സംസാരിക്കണം, ഐ മസ്റ്റ് സ്പീക്ക് ടു ഹെർ ഓർ ഐ മസ്റ്റ് ടോക്ക് ടു ഹെർ. അടുത്ത സെൻറ്റൻസ് നോക്കാം. നീ അവനോട് യോജിക്കുന്നുണ്ടോ? നീ അവനോട് യോജിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഒരു സപ്പോർട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എഗ്രി വിത്ത് എന്നാണ്. അപ്പോൾ നീ അവനോട് യോജിക്കുന്നുണ്ടോ എങ്ങനെ എഴുതാം? ഡു യു എഗ്രി. എഗ്രിയുടെ കൂടെ നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഡു യു എഗ്രി വിത്ത് ഹിം. അവനോട് ഡു യു എഗ്രി വിത്ത് ഹിം. അപ്പോൾ ഈ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എഗ്രി വിത്ത് എന്നാണ്. മറ്റൊരു സെൻറ്റൻസ് നോക്കിയേ. ഐ എഗ്രി with your opinion. I agree with your opinion. ഞാൻ നിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. I agree with your opinion. അപ്പോൾ നീ അവനോട് യോജിക്കുന്നുണ്ടോ? Do you agree with him? അവൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന രീതിയിലാണ് ഇവിടെ. അവൻ ദിവസവും ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നു. അവൻ ദിവസവും ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ പോവുക എന്നതിന് ടു ഗോ എന്നാണ് പറയാം. ഇവിടെ അവൻ എന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഹീ ഗോസ് ടു സ്കൂൾ ബൈ ബസ് എവ്രി ഡേ. അല്ലെങ്കിൽ എവ്രി ഡേ ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ദിവസവും ബസ്സിലാണ് അവൻ പോകുന്നത്. ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ് എവ്രി ഡേ. ഇനി ബസ്സിന് പകരം കാറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബൈ ബസ് എന്നതിന് പകരം ബൈ കാർ എന്ന് എഴുതിയാൽ മതി. ഇനി ഡെയിലി നടന്നാണ് പോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ എഴുതും? അപ്പോൾ നടന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം He walks to school. He walks to school every day. Every day. He walks to school every day. Every day എന്നതിന് പകരം ഡെയിലി എന്നും വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഇനി ഇതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം He goes to school every day on foot. He walks to school every day. He goes to school every day on foot. അവൻ നടന്നാണ് ഡെയിലി സ്കൂളിലേക്ക് പോകുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. വളരെ കാലമായി എനിക്ക് അവനെ അറിയാം. വളരെ കാലമായി എനിക്ക് അവനെ അറിയാം. വളരെ കാലമായി എന്നതിന് നമ്മൾ എഴുതുന്നത് ഫോർ എ ലോങ് ടൈം എന്നാണ്. അപ്പം നമുക്ക് എഴുതാം I have known him. I have known him for a long time. For a long time. വളരെ കാലമായി എനിക്ക് അവനെ അറിയാം. I have known him for a long time. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല.
ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് കൂടിയാണ് അല്ലേ, കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എഴുതാം I haven't seen him. I haven't seen him. ഇനി കഴിഞ്ഞ ഞായറാഴ്ച എന്ന് സമയം എടുത്തു പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം നമുക്ക് എഴുതാം I haven't seen him since ലാസ്റ്റ് സൺഡേ. ഈ സിൻസിൻ്റെ ഒക്കെ യൂസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. സിൻസ് ലാസ്റ്റ് സൺഡേ. ഐ ഹാവിൻറ്റ് സീൻ ഹിം സിൻസ് ലാസ്റ്റ് സൺഡേ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഐ ഹാവിൻറ്റ് സീൻ ഹിം സിൻസ് ലാസ്റ്റ് സൺഡേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കാറുണ്ടല്ലേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഏത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് വിച്ച് ആണ്. വിച്ച്. അപ്പം നമുക്ക് ചോദിക്കാം വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? അതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യമാണ് ഇതിലേത് ഡ്രസ്സാണ് കൂടുതൽ ഭംഗിയുള്ളത്? ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇതിലേത് ഡ്രസ്സാണ് കൂടുതൽ ഭംഗിയുള്ളതെന്ന്. അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഓഫ് ദീസ് ഡ്രസ്സസ് ഈസ് more beautiful. Which of these dresses is more beautiful? ഇതിൽ ഏത് ഡ്രസ്സാണ് കൂടുതൽ ഭംഗിയുള്ളത്? Which of these dresses is more beautiful? അടുത്ത സെന്റൻസ് നോക്കിയേ. അത് നിനക്ക് എങ്ങനെ അറിയാം? അത് നിനക്ക് എങ്ങനെ അറിയാം? എങ്ങനെ എഴുതാം? How do you know it? How do you know it? അത് നിനക്ക് എങ്ങനെ അറിയാം? How do you know it? അടുത്ത സെൻറ്റൻസ്. ഞാൻ അവിടെ പോകും. ഞാൻ അവിടെ പോകും. എങ്ങനെ എഴുതാം? I will go there. I will go there. ഇനി ഇത് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. നീ അവിടെ പോകുമോ? നീ അങ്ങോട്ട് പോകുമോ? അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും? Will you go there? Will you go there? നീ അവിടേക്ക് പോകുമോ അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകുമോ? Will you go there? ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈ വില്ല് ആദ്യം എഴുതിയാൽ മതി. Will you go there? ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഞാൻ അവിടെ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ നമുക്ക് എഴുതാം when I reached there I saw nobody. ആരെയും കണ്ടില്ല. I saw nobody. അതല്ല എങ്കിൽ when I went there ഞാൻ അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. I saw nobody. രണ്ട് രീതിയിൽ എഴുതിയാലും സെൻറ്റൻസ് ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഓൾമോസ്റ്റ് ഒരു 10 സെൻറ്റൻസുകളാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം മലയാളം സെൻറ്റൻസുകൾ പറഞ്ഞു, എന്നിട്ട് അതിനെ ഇംഗ്ലീഷിലേക്കാക്കി നോക്കി. ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ആണ് നമ്മളെ സംസാരിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.